ഒരു മുഖ്യമന്ത്രിക്ക് 3 കാർണിവൽ കാർ ഒരേ നിറത്തിലുള്ള 1/2 കോടി രൂപയുടെ 3 കാർ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. പണം നമ്മുടെ ഖജനാവിൽ നിന്നാണ്. എങ്ങനെയാണ് ഈ കടബാധ്യത ഉണ്ടായത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ധൂർത്തും ധാരാളിത്തരം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, 1 കോടി രൂപയാണ് ക്ലിഫ് ഹൗസിൽ, ആകെ ഒരു നിലയാണുള്ളത്. ഒരു നില. അവിടെയാണ് EMS നിന്നത്, അവിടെയാണ് നായനാർ നിന്നത്. എന്തിനേറെ പ്രായമായപ്പോ VS അച്യുതാനന്ദ മുഖ്യമന്ത്രിയായപ്പോ അവിടെയാണ് നിന്നത്. ഉമ്മൻചാണ്ടി സാറും AK ആന്റണി സാറും അവിടെയാണ് നിന്നത്. അവിടെ ലിഫ്റ്റ് ഉണ്ടാക്കാൻ 1 കോടി രൂപ, അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ 53 ലക്ഷം രൂപ ചെലവഴിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. ഇതൊക്കെ പോട്ടെ, ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ മക്കളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും. നമ്മുടെ പേരക്കുട്ടിക്ക് ഒരു ദിവസം രാവിലെ തോന്നുകയാണ്, എനിക്ക് പശുവിന്റെ പാല് വേണം എന്ന് തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക? അയൽപക്കത്തെ പശു വളർത്തുന്ന ആളോട് പറയും, ഒരു തൂക്കുപാത്രം പാല് എന്റെ പുറയിലേക്ക് കൊടുത്തേക്കണം, അതിന് എത്ര വെച്ചാൽ മാസം 1000 2000 എത്ര വെച്ചാൽ ഞാൻ തരാന്ന് പറയും. അല്ലെങ്കിൽ PDAയിൽ നിന്ന് മിൽമ പാല് വാങ്ങിയിട്ട് കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കും. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, ആ വീണ വിജയന്റെ മകൻ, ആ പേരക്കുട്ടി, മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിക്ക് പശുവിൻ പാല് കുടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായപ്പോ മുഖ്യമന്ത്രി ചെയ്തത് 1/2 കോടി രൂപ ഖജനാവിൽ നിന്നെടുത്ത് ഒരു പശുവിൻ തടുത്തും 4 ജേഴ്സി പശുവിനെയും വാങ്ങിയ മരമണ്ടനായ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് മലയാളി ഓർക്കണം. ഇങ്ങനെ ഒരു ഭരണാധികാരി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല.